ചെറിയ കുട്ടികളുള്ള ഡിവൈസൊക്കെ ആയത് അതും നമുക്ക് പറ്റില്ലേ? മക്കളുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ന്യായമായ കാരണങ്ങളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഡിവോഴ്സ് ആണെങ്കിൽ അത് ചൊറയൊന്നും ഇല്ലാത്ത ന്യായമായ കാരണങ്ങളാണെങ്കിൽ ഭർത്താവിൻ്റെ വിഷയം കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് തീർച്ചയായിട്ടും നമുക്ക് കുഴപ്പമൊന്നുമില്ല സ്വീകരിക്കാൻ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ചെട്ടിപ്പടി, അതായത് പരപ്പനങ്ങാടി ചെട്ടിപ്പടി അരിയല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് രതീഷിനെ കാണാനാണ്. രതീഷിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. രതീഷ് ഡ്രൈവിംഗ് ആണ്, ഓട്ടോ ഉണ്ട്, അതേപോലെ തന്നെ കാറും ഉണ്ട്. 43 വയസ്സാണായത്. ഇപ്പോൾ ഒരുപാട് ആലോചനകൾ നമ്മൾ നോക്കി. ചില ആളുകൾക്ക് ഡ്രൈവർ എന്ന് പറയുമ്പോൾ കല്യാണം ആലോചനയായിട്ട് മുമ്പോട്ട് വരുന്നില്ല. മറ്റ് ചില പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ കല്യാണം നടക്കാണ്ട് ഇങ്ങനെ വയസ്സ് 43 ആയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈകിക്കാനില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ഒരു വീട് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് വീട്. വീട്ടിൽ അമ്മയും രതീഷും തന്നെയാണ്. ഏട്ടന്മാരൊക്കെ മാറിയതാണ് കേട്ടോ, കല്യാണം കഴിഞ്ഞ് മാറിയതാണ്. രതീഷ് ഭായ്, ഇത് ഏട്ടനാണ്. നിങ്ങൾ പേരെന്താ? ബാബു. ബാബു. ഇതാണ് കേട്ടോ രതീഷ്. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. ഇത് അമ്മയാണ്. അമ്മ എന്നാ ഇരുന്നോ, നമുക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു സംസാരിക്കാം. 43 വയസ്സായി എന്ന് എഴുതി ഒട്ടിക്കേണ്ടി വരും അല്ലേ? കണ്ടാൽ പറയുമല്ലോ കേട്ടോ. അപ്പോൾ ഒരുപാട് കല്യാണം കുറേ ആയി നോക്കുന്നില്ലേ? നിങ്ങൾ എവിടെയാണ് വണ്ടി ഓടുന്നത്? ഞാൻ ചെട്ടിപ്പടി, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയിട്ട് ചെട്ടിപ്പടി ടൗണ്, ചെട്ടിപ്പടിയാണ് സ്റ്റാൻഡ്. പിന്നെ വേറൊരു വണ്ടിയുണ്ട്, അതിൽ ടാക്സി അതിലായിട്ട് ഇങ്ങനെ പോകും, വിളിക്കുമ്പോൾ പോകും. അങ്ങനെയാണ്. നിങ്ങൾ എത്ര വരെയാണ് പഠിച്ചത്? SLC ആണല്ലേ? അപ്പോൾ നമുക്ക് ഈ ദൂരം പ്രശ്നമുണ്ടോ? ദൂരം മലപ്പുറം ജില്ല, കോഴിക്കോട് അതിൻ്റെ ഉള്ളിൽ, പിന്നെ അതിൻ്റെ പുറമെ കുഴപ്പമില്ല. അതെ, മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയായ ഉത്തമോ. ഇനിയിപ്പം ദൂരം നോക്കുന്നില്ല അല്ലേ പോട്ടാ? അതെ, മനസ്സിലാക്കിയിട്ടുള്ളൊരു കുട്ടിയാവുക എന്നുള്ളതാണ്. എവിടെയായാലും കുഴപ്പമില്ല. നമുക്കൊരു വയസ്സിൻ്റെ ഒരു 38 വരെയൊക്കെ നോക്കിക്കൂടെ അല്ലേ? 38 അങ്ങനെയൊക്കെ നോക്കാം അല്ലേ? അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള വയസ്സൊന്നും അങ്ങനെ വിഷയമല്ല. പിന്നെ ഭർത്താവ് മരിച്ചതോ ഡിവോഴ്സൊക്കെ അല്ലേ? ചെറിയ കുട്ടികളുള്ള ഡിവൈസൊക്കെ ആയത് അതും നമുക്ക് പറ്റില്ലേ? മക്കളുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ന്യായമായ കാരണങ്ങളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഡിവോഴ്സ് ആണെങ്കിൽ അത് ചൊറയൊന്നും ഇല്ലാത്ത ന്യായമായ കാരണങ്ങളാണെങ്കിൽ ഭർത്താവിൻ്റെ വിഷയം കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് തീർച്ചയായിട്ടും നമുക്ക് കുഴപ്പമൊന്നുമില്ല സ്വീകരിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചനകൾ മുമ്പോട്ട് വരട്ടെ. പിന്നെ വേറെ എനിക്ക് എന്താ പറയാനുള്ള ഓരോ നമുക്ക് സങ്കല്പങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഇല്ല? നമുക്ക് പറ്റിയൊരു കുട്ടീനെ ഉള്ളൊരു അത് വന്നുള്ള തന്നെയാണ് അല്ലേ? നിങ്ങൾ എത്ര പേരാണ്? 3 ആൾക്കാരാണ്. 3. 2 ജ്യേഷ്ഠന്മാരല്ലേ? രണ്ടാളും കല്യാണം കഴിഞ്ഞ് വേറെയാണ്, മാറിയതാണ്. ഇപ്പോൾ രതീഷും അമ്മയും ആണ് വീട്ടിലുള്ളത്. അതെ, ജാതകം നോക്കുന്നില്ല. പിന്നെ നമ്മൾ ഇത് 7 തീയരാണ്. അച്ഛൻ മരണപ്പെട്ടതാണ് അല്ലേ? 11 വർഷമായി. 11 വർഷമായി. നിങ്ങൾ വേറെ എത്രയാ? 165 അല്ലേ? വേറെ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടോ? വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ ബാബുട്ട വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലൊരു ഫാമിലി ആയിരിക്കണം എന്നുള്ളൊരു, നമുക്ക് അത്രയോ വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഗൾഫിൽ ലീവിലാണ്. ഞാൻ 29 തീയതി പോകും. അതിൻ്റെ മുമ്പ് നടന്ന് കിട്ടിയാൽ അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരാലോചന വേഗം തന്നെ വരട്ടെ. പിന്നെ ഞങ്ങളിൽ നമ്പർ കൊടുക്കുക, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവും കേട്ടോ. നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക. അഭിപ്രായം ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് അങ്ങനെ കുറ്റമറ്റതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. അങ്ങനത്തെ വേണ്ടാത്ത ദുസ്വഭാവങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ രാവിലെ ഓട്ടോ എടുത്ത് പോകും. പിന്നെ വണ്ടിയുണ്ട്, ടാക്സി, ഒരു വലിയ വണ്ടിയുണ്ട്. അതിൻ്റെ ഓൻ്റെ ജോലിക്കായിട്ട് പോകും. രാവിലെ വൈകിട്ട് ഇവിടെ എത്തും. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞ് വേറെ കൂട്ടുകെട്ട് കൂടി അങ്ങനെയൊന്നുമില്ല. അവൻ്റെ ജോലി എന്താ വെച്ചിട്ട് പോവും. അല്ല, അങ്ങനെ ആരായിട്ടും ഒരു എന്താ പറയുക ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആളൊരു എന്താ സത്യസന്ധതയിൽ സീതയാണ് ചുരുക്കി പറഞ്ഞാൽ.
ആയിക്കോട്ടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാം റെഡിയാവട്ടെ, കല്യാണം റെഡിയാവട്ടെ, നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാൾ വരട്ടെ. അപ്പോൾ ശരി രതീഷ് ഭായി, ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, രതീഷും ഏട്ടനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമുക്കൊരു 38-39 വയസ്സൊന്നായാൽ കുഴപ്പമില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാവുക എന്നുള്ളതാണ്. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി, ഭർത്താവിൻ്റെ വിഷയം കൊണ്ട് ഡിവോഴ്സൊക്കെ ആയിട്ട് കുട്ടികളുള്ള ആലോചനയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ കുട്ടികളില്ലാത്ത ഭാഗത്ത് ഇല്ലാത്തതാണ് അത്രയും സന്തോഷം. രതീഷിൻ്റെ ആദ്യ വിവാഹമാണ്. അപ്പോൾ ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യ വിവാഹം കിട്ടാനൊക്കെ എന്തായാലും ചിലപ്പോൾ പാടായിരിക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യ വിവാഹം ഉണ്ടെങ്കിൽ അതിനും നമുക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇവരുടെ സാഹചര്യങ്ങളും ഇതൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളായിരിക്കണം. ഇപ്പോൾ ഡ്രൈവിംഗ് ആയാലും 2 വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓട്ടവും പോകും, അതല്ലാണ്ട് ടാക്സി ഓട്ടം വിളിച്ചാൽ അതും പോകും. വരുമാനം പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, നല്ലോണം അധ്വാനിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ വീട്ടിലിപ്പോൾ രതീഷും അമ്മയും തന്നെയാണ്. അപ്പോൾ വീട് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒരു സമാധാനപരമായിട്ട് ഇവിടെ നിൽക്കാം, വേറെ വിഷയമൊന്നുമില്ല, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോവാം. അപ്പോൾ അതിന് തയ്യാറുള്ള ആൾക്കാർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും, ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും, എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ.